BPD പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് പറയേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇമോഷണൽ സെൻസിറ്റിവിറ്റി ആൻഡ് ഇമോഷണൽ ഡിസ്റെഗുലേഷൻ. അതായത് ഇമോഷണൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേന് ഒരു ഇമോഷണൽ സ്റ്റിമുലേ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് എത്രത്തോളം കാണുന്നു, അറിയുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അതൊരു സങ്കടമാകാം, ദേഷ്യം വരുന്ന കാര്യമാകാം, എനി ടൈപ്പ് ഓഫ് ഇമോഷൻ. ആ ഒരു ഇമോഷൻ നമുക്ക് എങ്ങനെ ഒരു സ്റ്റിമുലേ വരുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. BPD ഉള്ള വ്യക്തികൾക്ക് ഇമോഷണൽ സ്റ്റിമുലൈസ് പെട്ടെന്ന്, അതായത് വളരെ ചെറിയ ഇമോഷണൽ സ്റ്റിമുലൈസ് പോലും ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ടാണ് ഇവർ എപ്പോഴും ഇമോഷണലി റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്ക് ഇറിറ്റേഷൻ പോകുന്നുള്ള ഒരു ഭയം കാണും, ഇവർക്ക് ഇവരെ സെൽഫ് വർത്തിനെ പറ്റി ഒരു ഡൗട്ട് കാണും. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഇവർക്ക് വലിയ വലിയ ട്രിഗറുകളായിരിക്കും. ഇമോഷണൽ ഡിസ്റെഗുലേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇമോഷണൽ സ്റ്റിമുലേഷനോട് ഇവര് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ അതിനെ കാണിക്കുന്ന റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും. വെർബൽ ഔട്ട്ബസ്റ്റിനെ പറ്റി പറയാൻ കാര്യം നമുക്ക് സെഷൻസിലൊക്കെ വരുമ്പോൾ ഫീമെയിൽ ആയിട്ടുള്ള BPD ഉള്ള വ്യക്തികളുടെ പാർട്ട്നേഴ്സിനോട് അവർ കൂടുതലും കാണിക്കുന്നത് വെർബൽ ഔട്ട്ബസ്റ്റുകളാണ്, അല്ലെങ്കിൽ സെൽഫ് ഹർട്ടിംഗ് ആണ്. പിന്നെ ചില സമയത്ത് മാനിപ്പുലേഷൻസ് ഉണ്ടാകാറുണ്ട്, ഭീഷണികൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മെയിൽ പാർട്ട്ണർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. എന്ന് വെച്ചാൽ ഇത് ഒരാൾ സെൽഫ് ഹർട്ട് ചെയ്യാണ് അല്ലെങ്കിൽ വെർബലി ഔട്ട്ബസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും മാനേജ് ചെയ്യാനായിട്ട് പാർട്ട്നേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.